عليكم ورحمة الله تعالى وبركاته. الحمد لله الذي كفى والسلام على عباده الذين اصطفى. أما بعد. ബഹുമാന്യരായ ആദരണീയരായ ഈ സ്ഥാപനത്തിന്റെ നേതൃത്വം, അതുപോലെ കാരണവന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അർഹമുർ-റഹീമായ റബ്ബ് നമ്മുടെ ഈ പരിശുദ്ധമായ മജ്‌ലിസ് നമ്മിൽ നിന്ന് ആത്മാർത്ഥമായും ഖബൂലാക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരിശുദ്ധമായ ജലാലിയ റാത്തീബിന്റെ അനുസ്മരണീയമായ ആത്മീയമായ ചൈതന്യങ്ങളെ നമ്മളിലേക്ക് കൈവരിക്കുവാൻ വേണ്ടിയാണ്. നാഥൻ ആ ഉദ്ദേശം പരിപൂർണമായും സഫലീകരിച്ചു നൽകുമാറാകട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ആത്മീയമായ മജ്‌ലിസുകൾ പലപ്പോഴും ഭൗതികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദുനിയവിയായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രം നാം പലപ്പോഴും പങ്കെടുക്കുന്നതായി കാണുന്ന വേളയിൽ മഹത്തുക്കളായ പണ്ഡിതന്മാരെയും മഹാന്മാരായ ഔലിയാക്കന്മാരെയും നേതൃത്വം നിർത്തിക്കൊണ്ട് നാം ആത്മീയമായ ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സദസ്സുകളിൽ സംബന്ധിക്കുന്നതും ഇതുപോലെയുള്ള സദസ്സുകളെ നടത്തുന്നതും എന്നും ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. അൽഹംദുലില്ലാഹ്, നാം ഇപ്പോൾ നിലകൊള്ളുന്നത് പുതിയ ഒരു വർഷത്തിലാണ്. അതുപോലെ നാം ഒക്കെ കാത്തിരിക്കുന്ന റമളാനിന്റെ മുന്നോടിയായ പൈലറ്റ് വാഹനമായ റജബ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലും ആണ്. ഈ സമയങ്ങളിൽ നാം പ്രത്യേകമായും കരുതി വേണ്ടുക വെക്കേണ്ട ചില വിഷയങ്ങളെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കൊച്ചു പ്രസംഗം നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യമായി നമുക്കറിയാം, മനുഷ്യ ജീവിതം, മനുഷ്യന്റെ ജീവിതം അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. മനുഷ്യന് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടപ്പെടുവാനും ആനന്ദമുണ്ടാകുമ്പോൾ സന്തോഷിക്കുവാനും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവന്റെ ഖിൽഖിയിൽ തന്നെ, അവന്റെ ജന്മസിദ്ധമായി അവന് ലഭിച്ച വലിയ ഒരു അനുഗ്രഹം എന്നോണം വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒന്നാണ്. സന്തോഷം വരുമ്പോൾ അവൻ അത് ആഘോഷിക്കുന്നു, സങ്കടം വരുമ്പോൾ അതിനതിയായി സങ്കടം പെടുന്നു എന്നുള്ളത്. കേവലം സന്തോഷവും സങ്കടവും നാം സമ്മിശ്രമായി കടന്നു വരുമ്പോൾ അതിനൊക്കെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് വിചാരിക്കുന്നവനാണ് സാധാരണ രീതിയിൽ മനുഷ്യനെങ്കിൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് കൃത്യമായ ചിട്ടയും അജണ്ടയും ജീവിത ലക്ഷ്യവും ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ജീവിതത്തിലെ നേട്ടങ്ങളിൽ സന്തോഷിക്കുകയും അവൻ ഉണ്ടായിത്തീരുന്ന സങ്കടങ്ങളിൽ അതിയായി നാം സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പോന്ന വലിയ പാഠങ്ങൾ നാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കിയെടുക്കാൻ. നമ്മുടെ സങ്കടങ്ങളെ എടുത്താലും സന്തോഷങ്ങളെ എടുത്താലും ആജീവനാന്തം ആ സങ്കടങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കുന്നില്ല. മറിച്ച് സങ്കടങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ സങ്കടമായി തീരുന്നതും ദീർഘകാലത്തേക്ക് തീരാ നഷ്ടമായി തീരുന്ന സങ്കടങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്ത്, നാം ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ജീവിതം, ഇതൊക്കെ വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു അവസരം അല്ലാഹു തന്നേക്കാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നാം കാലാകാലമായി മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയുമായി അസ്സലാമു അലൈക്കും എന്ന ആത്മാർത്ഥമായ ഒരു സലാം പറഞ്ഞാൽ പരസ്പരം ഇഷ്ടം കൂടാൻ അതൊക്കെ കാരണമാണ് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ അധ്യായങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരോഗ്യമാണെങ്കിലോ നാം നല്ല രൂപത്തിൽ ചികിത്സകൾ നേടിയെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ പരിപൂർണമായ ആഫിയത്തോടെ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തികമായ നഷ്ടമാണെങ്കിലോ സാമ്പത്തികമായ എത്ര നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തിയാലും ആ നഷ്ടങ്ങളിൽ നിന്നൊക്കെ കരകയറാനുള്ള ഒരു പഴുത് അല്ലാഹു ഒരുക്കി വെക്കുമെന്നാണ്. ആ പഴുതെങ്ങാനും നമ്മളിലേക്ക് അടുത്തു വന്നാൽ ആ പഴുതിലൂടെ രക്ഷപ്പെടാനും സാധിക്കും. എന്നാൽ ആയുസ്സെന്ന വലിയ സത്യമുണ്ട്, ആയുസ്സെന്ന വലിയ ഒരു സത്യമുണ്ട്.
ആയുസ്സെങ്ങാനും തീർന്നു പോയാൽ, സമയമെങ്ങാനും കഴിഞ്ഞു പോയാൽ, ആ സമയത്തിൽ നിന്നൊരു സെക്കൻഡ് തിരിച്ചെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. ആയുസ് കഴിഞ്ഞു പോയാൽ, ഒരു വർഷം അങ്ങനെ തീർന്നു പോയാൽ, ഒരു മണിക്കൂർ അങ്ങനെ ഇല്ലാതെയായി പോയാൽ, ആ സമയങ്ങളിൽ നിന്നും ആ ആയുസ്സിൽ നിന്നും ഒരു സെക്കൻഡ് പോലും തിരിച്ചെടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല എന്നുള്ള മഹത്തായ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. നമ്മുടെ ജീവിതം അങ്ങനെ നാം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുമ്പോൾ, ആ സന്തോഷപരമായ ജീവിതത്തിലൂടെ കഴിഞ്ഞു തീരുന്നത് നമ്മുടെ ആയുസ്സാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ നാം കടന്നു നീങ്ങുമ്പോൾ, ആ ദുഃഖപരമായ ജീവിതത്തിലും നാം കരകയറാനുള്ള മറ്റൊരു ജീവിത മാർഗം അല്ലാഹു തുറന്നു തരുമെന്ന് നാം ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. കഴിഞ്ഞില്ല പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് അധ്യായം ഹശർ നമ്മുടെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇത്തഖില്ല, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ചിന്തിക്കണം, ശരീരത്തെ പ്രത്യേകം നോക്കി വേണ്ടുക പോലെ പെരുമാറണം. മാ ഖദ്ദമത് ലിഗദ്, നിങ്ങളുടെ ശരീരം മുൻപായി ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ വന്നിരിക്കുന്ന തെറ്റുകളെ തിരുത്താൻ നിങ്ങൾ നാളേക്ക് നിങ്ങളുടെ ശരീരങ്ങളെ സജ്ജമാക്കണം. മുൻപ് ചെയ്തു പോകുന്ന നന്മകളെ നിലനിർത്താൻ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സജ്ജമാക്കണം. അങ്ങനെ സജ്ജമാക്കിയില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു ഇതെല്ലാം കാണുന്നവനാണ്, അല്ലാഹു നോക്കി കാണുന്നവനാണ്, നിങ്ങളുടെ ഓരോ ചലനങ്ങളും അറിയുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് നാം മതിമറന്ന് ആഘോഷിക്കാൻ പാടില്ല, ആഘോഷവേളകളിൽ മതിമറക്കാൻ പാടില്ല, അല്ലാഹുവിനെ ഓർക്കാതിരിക്കുന്നതാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് ന്യൂ ഇയർ ആഘോഷിച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ് നാം റജബിന്റെ 1-ാം രാവിലേക്ക് കടന്നു വന്നത്. 2 രാവുകളിലും നാം പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പുതുവർഷം കടന്നു വന്നപ്പോൾ, 2024 കടന്നു കഴിഞ്ഞപ്പോൾ, ആ 24ന്റെ രാവുകളും പകലുകളും എനിക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി എനിക്ക് ഇബാദത്തിലായി കഴിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായി ആ ദിനരാത്രങ്ങളെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ, ആ ദിനരാത്രങ്ങൾ എനിക്ക് അല്ലാഹുവിന് വേണ്ടി കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കുന്നതോടൊപ്പം 2025 പുലർന്നതിന് ശേഷം നമ്മിലേക്ക് കടന്നു വന്ന റജബ് മാസം റമളാനിന്റെ പൈലറ്റാണ്. റമളാനിന്റെ മുന്നോടിയായി അല്ലാഹുവിന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ റജബിലേക്ക് നാം എന്തൊക്കെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്ന ദുആഇന്റെ മന്ത്രങ്ങൾ മാത്രമാണോ നമുക്ക് ബാക്കിയുള്ളത്? നാം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞില്ല പരിശുദ്ധമായ ഖുർആൻ ഹശർ സൂറത്തിന്റെ 18-19 ആയത്തുകൾ വീണ്ടും പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, വലാ തകൂനു, നിങ്ങളായി പോകരുത്, കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറക്കുന്ന, അല്ലാഹുവിനെ ഓർക്കാതിരിക്കുന്ന, അല്ലാഹുവിനെ കൽബിൽ നിന്ന് എടുത്തെറിയുന്ന വിഭാഗമായി നിങ്ങൾ മാറിപ്പോകരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ അല്ലാഹുവിനെ കൽബിൽ നിന്ന് എടുത്തെറിയുന്നവനാണെങ്കിൽ അവൻ അവന്റെ സ്വശരീരത്തെ തന്നെയാണ് മറന്നിരിക്കുന്നത്. സ്വശരീരം എങ്ങോട്ടാണ് ചെന്ന് ചെല്ലേണ്ടതെന്നുള്ള ആത്മീയമായ ബോധനത്തെയാണ് അവൻ പിച്ചിച്ചീന്തിയത്. അവൻ എത്തിപ്പെടേണ്ട സ്വർഗത്തിലോ നരകത്തിലോ ആണോ എന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തിനാണ് അവൻ
കടക്കിൽ കത്തിവച്ചിരിക്കുന്നത് എന്നുള്ള ആത്മീയമായ ബോധനം നമുക്കുണ്ടാകണം. നാം വിചാരണ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധമായ അതേ ദീനുൽ ഇസ്ലാമിന്റെ പാഠങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്ഥാപനം അവിടുത്തെ നാമധേയത്തിലാണ്, ഈ സംരംഭം അവിടുത്തെ പൊരുത്തത്തിലാണ്, ഈ ദർസ് അവിടുത്തെ നോട്ടത്തിലാണ്. അല്ലാഹു അത് കാലാകാലം നിലനിർത്തി നൽകുമാറാകട്ടെ. അതേ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളാരാ? അമീറുൽ മുഅ്മിനീനാണ്. സ്വർഗം കൊണ്ട് അല്ലാഹു വാക്ക് കൊടുത്ത 10 പേരിൽ ഒരാളാണ് ആ ഉമർ തങ്ങൾ. നമ്മോട് നൽകുന്ന വലിയ ഒരു ഉപദേശം. ഓ മുഅ്മിനീങ്ങളെ, നമുക്കുള്ള ആ വലിയ ഉപദേശത്തിൽ പിടിച്ചു കയറാനെങ്കിലും, ആ ഉപദേശം മനസ്സിലാക്കി പെരുമാറാനെങ്കിലും, ആ ഉപദേശത്തിന്റെ ഉൾക്കാമ്പിലേക്ക് ആത്മാർത്ഥമായി നുഴഞ്ഞിറങ്ങാനെങ്കിലും നമ്മുടെ കൽബ് നാം പ്രാപ്തമാക്കേണ്ടതുണ്ട്. എന്താ അവിടെ നിന്ന് പറഞ്ഞതെന്നറിയുമോ? ഹാസിബു അൻഫുസകും, ഹാസിബു അൻഫുസകും. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിചാരണ ചെയ്യണേ. സ്വന്തമായി ശരീരത്തോട് നിങ്ങളൊന്ന് ചോദിക്കണം, ഞാൻ നന്മ ചെയ്തവനാണോ, ഞാൻ തിന്മ പ്രവർത്തിക്കുന്നവനാണോ? ഈ കഴിഞ്ഞ കാലയളവിൽ എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അല്ലാഹുവിനെ ശുക്ർ ചെയ്യേണ്ടതുപോലെ ഞാൻ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിനെ ഓർക്കേണ്ടതുപോലെ ഞാൻ ഓർത്തിട്ടുണ്ടോ? ദീനിയായ ശിആറിൽ, ദീനിയായ ചുറ്റുപാടിലാണോ എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് നീക്കിയതെന്നുള്ള ആത്മീയമായ വിചിന്തനം നാം നടത്തേണ്ടതുണ്ടെന്ന് ഉമർ തങ്ങൾ പറയുമ്പോൾ, ഒരാൾക്കും നിഷിദ്ധമാക്കാൻ കഴിയാത്ത, ഒരാളും എതിർക്കാത്ത അതേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വരവോടുകൂടെ അവസാനിക്കുന്ന നിന്റെ ജീവിതമെന്ന ഈ കോലാഹലങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുന്നതിന് മുൻപ്, നിന്നെ അല്ലാഹു മഹ്ശറ വൻസഭയിൽ നിർത്തിപ്പൊരിക്കുന്നതിന് മുൻപ്, ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നിന്റെ ഖൽബ് കൊണ്ട് നീ ഒന്ന് സ്വന്തമായി വിചാരണ ചെയ്യണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ വിചിന്തനങ്ങളും ചെയ്ത് ജീവിച്ച മഹാനല്ലേ. സ്വർഗം കൊണ്ട് അവകാശം ഉറപ്പിക്കപ്പെട്ട വലിയല്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹബീബല്ലേ. ഏറ്റവും കൂടുതൽ മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെട്ടവരല്ലേ. അമീറുൽ മുഅ്മിനീനല്ലേ. ഖുലഫാഉർ റാഷിദല്ലേ. ജീവിതം നമുക്ക് വേണ്ടി ഉടിഞ്ഞു വെച്ച മഹത്തുക്കളിൽ പ്രധാനിയല്ലേ. അല്ലാഹു അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ. അവരുടെ ജീവിത ഉദ്ദേശങ്ങൾ, അവർ നമുക്ക് തന്ന ഉപദേശങ്ങൾ, അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞില്ല മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു വച്ച അവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. കഴിഞ്ഞുപോയ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും തിരിച്ചെടുക്കാൻ കഴിയാതെ ലക്ഷങ്ങൾ ചെലവഴിച്ചാലും തിരിച്ചു ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള ആ സമയങ്ങൾക്ക് വേണ്ടി നാം ഇനി എന്ത് ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണ്. കഴിഞ്ഞുപോയ വർഷങ്ങൾ 60 കൊല്ലം കഴിഞ്ഞുപോയവരുണ്ടെങ്കിൽ, 40 കൊല്ലം കഴിഞ്ഞവരുണ്ടെങ്കിൽ, 25ന്റെ മധു ലഹരികളിൽ ആർഭാടങ്ങളിൽ അതേ ആർമാദിക്കുന്നവരുണ്ടെങ്കിൽ, അതേ കൊച്ചുമക്കളുണ്ടെങ്കിൽ, മുത്തഅല്ലിമീങ്ങളുണ്ടെങ്കിൽ, ഉമ്മമാരുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും കഴിഞ്ഞുപോയ വർഷങ്ങളുടെ കണക്കിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുമ്പോൾ, നിമിഷങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, തൗബ എന്ന വലിയ സത്യം നാം അവിടെ നിക്ഷേപിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും തൗബ ചെയ്യുന്നവരാകണം. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഞാൻ ദിവസേന 100ഓളം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. പുന്നാര ഹബീബിന്റെ വചനങ്ങൾ. ഞാൻ 100ഓളം ഇസ്തിഗ്ഫാർ ദിവസേന ചൊല്ലാറുണ്ട്. മുത്തുനബി തങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണോ? മുത്തുനബി തങ്ങൾ ദോഷം ചെയ്യുന്നവരാണോ? തെറ്റിന്റെ അഞ്ചന പോലുമില്ലാത്ത, തെറ്റെന്തെന്നറിയാത്ത, തെറ്റിനോട് ചിന്ത പോലും പുലർത്താത്ത ആ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിത്യേന 100 ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ നാം എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടവരാണ്? അല്ലാഹു
അള്ളാഹുവിനോട് പാപം പൊറുക്കലിനെ തേടേണ്ടവരാണ്, തൗബ ചെയ്യേണ്ടവരാണ്. മുഅ്മിനീങ്ങളെ, ഇനിയുള്ള സമയങ്ങളും നിമിഷങ്ങളും നാം അതിനു വേണ്ടി വേണം ചെലവഴിക്കാൻ. ഇന്നാലിന്ന വർഷം ഇന്നാലിന്ന സമയങ്ങളിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളുണ്ട് റബ്ബേ, അതെനിക്ക് നീ പുറത്തു തരണേ എന്നുള്ള ആത്മാർത്ഥമായ ചിന്തയുണ്ടാകണം. കഴിഞ്ഞില്ല, ആ ചിന്തകൾ നാം നമ്മുടെ കൽബിൽ ഉറപ്പിച്ചിട്ട് ആ തെറ്റിലേക്ക് ഞാൻ ഇനി സഞ്ചരിക്കുന്നില്ല എന്നുള്ള ബോധമുണ്ടാകണം. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റില്ലാതെ മനുഷ്യനെ അല്ലാഹു പടച്ചിട്ടില്ല. എന്നാലും ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് മുത്തായ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകേണ്ടത് തൗബയാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, ഒരു 100 ഏക്കർ സ്ഥലമുള്ള വ്യക്തി, അല്ലെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലമുള്ള വ്യക്തി, പോട്ടെ 1 ഏക്കർ സ്ഥലമുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ 1 സെന്റ് എങ്ങാനും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വേവലാതി എങ്ങനെയാണ്? 10 പവന്റെ മാലയുള്ള ഉമ്മ, അതിൽ നിന്നൊരു പവൻ നിങ്ങൾക്ക് നഷ്ടമായാൽ ഉണ്ടാകുന്ന വേദന എന്താണ്? എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ വേദനയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കേണ്ടതാണോ? 10 വയസ്സായാൽ, 15 വയസ്സായാൽ, 18 വയസ്സായാൽ, വയസ്സുകൾ എങ്ങനെ നീങ്ങുമ്പോൾ 60ഓ 70ഓ വയസ്സിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യ, നിന്റെ ആയുസിന്റെ ഒടുക്കമെത്താൻ നീ അടുക്കുന്തോറും നീ അതിനെ ആഘോഷിക്കുകയാണോ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയതാണോ? സാധാരണക്കാരായ നാമൊക്കെ നമ്മുടെ കൽബ് കൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കേണ്ട വലിയ സത്യമാണ്. ഈ സമയത്ത് ഒരു പക്ഷേ പുത്തൻവാദികൾക്കൊരു ചോദ്യമുണ്ട്. എങ്കിൽ നിങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കാറില്ലേ? അതേ, ആഘോഷിക്കാറുണ്ട്. നിങ്ങളെ പോലെയല്ല മുത്തായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു ഒരു നേതാവിനെ തന്നിട്ടുണ്ട്. പക്ഷേ ആ നേതാവ് നിങ്ങളെ പോലെ സാധാരണക്കാരനല്ല. ഹയാതി ഖൈറുൻ ലക്കും വമമാതി ഖൈറുൻ ലക്കും ഖാല റസൂലുള്ളാഹി. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തുനബി തങ്ങളുടെ ജീവിതവും മരണവും നമുക്ക് ഖൈറാണെന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് ഖൈറായിരുന്നോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ ജീവിതം നമുക്ക് നാം ഇത്ര നാൾ ജീവിച്ചത് ഖൈറായ രൂപത്തിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല, ഉണ്ടാകാൻ സാധ്യമല്ല. ആ സാധ്യതയോടുകൂടെയാണ് നാം ജീവിക്കുന്നത്. ഇല്ല എന്നുള്ള ചിന്തയോടെയാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയുമോ? ജന്മദിനത്തിന്റെ പിന്നാലെ പോകാൻ കഴിയുമോ? കഴിഞ്ഞു തീരുന്ന കത്തിത്തീരുന്ന ആയുസിന്റെ പിറകെ കരഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് നോക്കാൻ കഴിയുമോ? മുഅ്മിനീങ്ങളെ, ചിന്തിക്കേണ്ട പാഠമാണ്. നിർത്തുകയാണ്, കൂടുതലായി നീട്ടി പറയുന്നില്ല. ഒരൊറ്റ വിഷയം കൂടി സൂചിപ്പിക്കട്ടെ. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇഗ്തനിം ഖംസാ ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ വരുന്നതിന് മുൻപ് 5 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് 5 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണെന്നറിയുമോ? ഹയാതക ഖബ്ല മൗതിക്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മരണം വരുന്നതിന് മുൻപ് നിങ്ങൾ സൂക്ഷിക്കണം. മരിച്ചതിന് ശേഷം ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മരണം കടന്നു വരുന്നതിന് മുൻപ് ജീവിതത്തെ നാം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞില്ല. നീ ആരോഗ്യവാനായി കഴിഞ്ഞുകൂടുന്ന നിന്റെ ശബാബിന്റെ കാലഘട്ടത്ത്, നീ ആരോഗ്യ ദൃഢഗാത്രനായി കഴിഞ്ഞുകൂടുന്ന നിന്റെ സമയത്ത് നീ ആത്മാർത്ഥമായി റബ്ബിനെ ഇബാദത്ത് എടുക്കണം. രോഗം വന്ന് വാർദ്ധക്യമെത്തി മുട്ടുമടക്കാൻ കഴിയാതെ
താഴെയൊന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് റബ്ബേ എനിക്ക് ഇബാദത്തിന് കഴിയുന്നില്ലെന്ന് അവലാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പഠിപ്പിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ജീവിതത്തിൽ നാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കാൻ ശ്രമിക്കണം. മരിക്കുന്നതിന് മുൻപ് ആരോഗ്യത്തെ നാം സൂക്ഷിക്കണം. നമുക്ക് രോഗം വരുന്നതിന് മുൻപ് കഴിഞ്ഞില്ല. വഫറാഖക ഖബല ശുഗലിക് അതെ, നിന്റെ ഒഴിവ് സമയങ്ങൾ നിനക്ക് ലഭിക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കാൻ നോക്കണം. നീ തിരക്ക് പിടിച്ചോടുന്ന സമയത്ത് റബ്ബേ ആ ഒഴിവുണ്ടായ സമയം എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ആവലാതിയോടെ നീ റബ്ബിനോട് കൈമലർത്തുമ്പോൾ ആ കൈ അല്ലാഹു തിരിച്ച് മലർത്താതിരിക്കാൻ ഇതുപോലെയുള്ള സൂക്ഷ്മതകൾ നിനക്ക് അനിവാര്യമാണ്. കഴിഞ്ഞില്ല. നിന്റെ യുവത്വകാലം നിന്റെ വാർദ്ധക്യമെത്തുന്നതിന് മുൻപ് നീ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് രണ്ട് കാര്യം നാം മനസ്സിലാക്കണം. നിനക്ക് ആ ഐശ്വര്യമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അല്ലാഹു നിനക്ക് സമ്പത്ത് തരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതുപോലെ നിന്റെ സമ്പത്ത് അല്ലാഹു എടുത്തു കളയുന്ന ഒരു കാലഘട്ടവും ഉണ്ടാകും. ആ തരുന്ന സമ്പത്ത് തരുന്ന കാലഘട്ടത്തിൽ അത് ഖൈറിന് വേണ്ടി ചെലവഴിച്ചില്ല എങ്കിൽ നാളെ നിന്റെ സമ്പത്ത് നിനക്ക് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നേരത്ത് റബ്ബേ എനിക്ക് നന്മകൾക്ക് വേണ്ടി എന്റെ സമ്പത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിച്ച് വാവൊളിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും പഠിപ്പിക്കുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിർത്തുകയാണ് നിങ്ങളെ. ഈ പാഠങ്ങളൊക്കെ നാം ഉൾക്കൊള്ളണം. ഇവിടെ പ്രധാനമായും പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ നാം നമ്മുടെ ചിന്തയെ ഊന്നൽ നൽകേണ്ടതുണ്ട്. പുതുവർഷം കടന്നു വരുമ്പോൾ കഴിഞ്ഞു പോകുന്നത് ആയുസാണെന്നുള്ള ചിന്തയുണ്ടാകണം. ആഘോഷിക്കപ്പെടേണ്ട ബർത്ത്ഡേകൾക്ക് പകരം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ദിനരാത്രങ്ങൾ കടന്നു വരണം. നാം നമ്മുടെ സമ്പത്തും സമയവും ആരോഗ്യവും മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് മുൻപ് അല്ലാഹു ഇതൊക്കെ എടുത്തു കളയുന്ന, ആരോഗ്യം എടുത്തു മാറ്റുന്ന, സമ്പത്തെടുത്തു കളയുന്ന, വാർദ്ധക്യമെന്ന വലിയ പരീക്ഷണത്തോടെ നമ്മെ ബാക്കിയാക്കുന്ന ഒരു കാലം കടന്നു വരാനുണ്ട് എന്ന് ഓർത്തിട്ട് നമ്മുടെ ഇടപെടലുകൾ